എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വെള്ളക്കടവ് കൂട്ടായ്മയിലെ സുഹൃത്തുക്കൾ, അവരുടെ ഭാര്യമാർ, മക്കൾ, നമ്മളിന്ന് അനുസ്മരണം സംഘടിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഇഞ്ചക്കൽ ജമാൽ സാഹിബ്, അതുപോലെ മരണപ്പെട്ടു പോയവർ, അള്ളാഹു മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുസ്മരണം സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ച, ഇതിനുവേണ്ടി ഉദ്യമം നടത്തിയ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം, ആഫിയത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. 21 വർഷത്തിന് മുമ്പ് ഞാനും പ്രവാസിയായി സൗദി അറേബ്യയിൽ പോയ ആളാണ്. അതിനുശേഷം ഞാൻ നാട്ടിൽ തിരിച്ചെത്തുകയും കഴിഞ്ഞ 16 വർഷങ്ങളായി നാട്ടിൽ തന്നെ പ്രവർത്തിക്കുകയും വീണ്ടും പ്രവാസിയായി തിരിച്ച് ദുബൈയിലെത്തുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ പ്രവാസികളുടെ സുഖദുഃഖങ്ങളെ അയവിറക്കാനും അതറിയുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാനായി പരമാവധി ശ്രമിക്കുകയും ചെയ്തൊരു ആളെന്ന നിലയിൽ എൻ്റെയും പ്രവാസ ജീവിതം 21 വർഷമാണെന്ന് തന്നെ പറയാൻ കഴിയും. ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ, കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തിരിച്ചറിവ് നൽകിയ കുറേ കാര്യങ്ങൾ അതിവിടെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കർണരസപ്രദമായ ഒരു മതപ്രഭാഷണമോ അല്ലെങ്കിൽ നിങ്ങളെ വികാരത്തിൻ്റെ വിജൃംഭതയിൽ എത്തിക്കാനുള്ള പ്രഭാഷണങ്ങളൊന്നും ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പച്ചയായ കൈക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ അയവിറക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങളിലൂടെ പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇന്നത്തെ ഈ വിഷയം. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഒരു ചെറിയ കൂട്ടം എത്ര സജീവമായി ഇതിൽ പങ്കെടുക്കുന്നോ അത്രയും നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് ആദ്യമേ ഉണർത്തുന്നു. കേൾവിക്കാരായി മാത്രം ഇരുന്നാൽ നിങ്ങൾക്ക് ഒരു കേൾവിക്കാരനായി തുടരാൻ കഴിയും, പക്ഷേ ജീവിതത്തിൽ പകർത്താൻ ഒന്നും ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ചില പദ്ധതികളെ, ലൈഫ് സ്റ്റൈൽസിനെ രൂപീകരിക്കാൻ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രാക്ടിക്കലായി ഒരു ലൈഫ് പ്രവാസ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനും ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പടുക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കഴിഞ്ഞ 13 വർഷങ്ങളായി ഇതിൻ്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രവർത്തകർ, സഹകാരികൾ, നമ്മളെ വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചവർ, അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ കർട്ടന് പിറകിൽ പ്രവർത്തിച്ചവരുണ്ടാകും, കർട്ടന് മുമ്പിലുള്ള കുറേ ആൾക്കാരുണ്ടാകും. കർട്ടന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലങ്ങളൊക്കെ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരു പ്രവാസി എന്ന ടൈറ്റിലോടുകൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മളൊരു വിദേശ രാജ്യത്ത്, നമ്മൾ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള രാജ്യത്ത് നിന്ന് വ്യത്യസ്തമായ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പറിച്ചു നടപ്പെടുകയും അവിടെ നമ്മൾ പ്രവാസിയെ പറയുമ്പോഴേ ഒരു പൊങ്ങച്ചക്കാരനായി, ആർഭാടക്കാരനായി, ആഡംബരത്തിൻ്റെ ആളായി, ചില സ്ഥലങ്ങളിൽ ഗതികേടിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, ദുരിതത്തിൻ്റെ, നിസ്സഹായതയുടെ ഒരു മുഖവും നമുക്ക് പ്രവാസികൾ കാണാൻ കഴിയും. നമ്മളുടെ കുടുംബം, നാട്ടിലുള്ള കുടുംബത്തെ ഇതേപോലെ തന്നെ കാണാൻ കഴിയും. ചിലർ ആഡംബരത്തിൻ്റെയും അത്യാഡംബരത്തിൻ്റെയൊക്കെ ഉത്തുംഗതയിലായിരിക്കും. ചിലരൊക്കെ ആവശ്യമോ അനാവശ്യമോ അത്യാവശ്യമോ അറിയാതെ എവിടെയും ചെലവഴിക്കുന്ന ഒരു ജീവികളുണ്ടാകും. ചിലർ ഈ തുണി പിഴിയുന്നത് പോലെ പിഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില നാട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ സംഘടനകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് നാട്ടിൽ ദർശിക്കാൻ കഴിയും. ഒരു പ്രവാസി എന്ന നിലയിലും നമ്മൾ ജനിച്ച് ജീവിച്ച പ്രദേശത്തെ ജനങ്ങൾ ഒരു തുലനം നടത്തി ബാലൻസിങ് നടത്തുന്ന ഒരാൾക്ക് നല്ല പ്രവാസിയാണ്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ നമ്മൾ വിലയിരുത്താം, ഹോമായി, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും അതോടൊപ്പം തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മുടെ സഹകാരികളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ മറു സൈഡിലും ഉണ്ട് എന്നുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയും നിർത്തേണ്ടടുത്ത് നിർത്താൻ കഴിയുന്ന ഒരു ബാലൻസിങ് ടെക്നിക്ക് ഉള്ള ഒരാൾ, അത് പഠിച്ച ഒരാളെ മാത്രമേ ഒരു വിജയിച്ച പ്രവാസി എന്ന് പറയാൻ കഴിയും. നമ്മൾ പറഞ്ഞല്ലോ വാല്യൂ ഓഫ് ടൈം, ജമാൽ സാഹിബ് പറഞ്ഞത് സമയരഥം, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവർ നേടിയെടുത്ത അറിവാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. എത്രയോ വർഷം നമ്മൾ ചെലവഴിക്കണം ഒരു കാര്യം അനുഭവത്തിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാലം എടുക്കും? നമ്മൾ അനുഭവിച്ച് പഠിച്ച് പോളിഷ് ചെയ്ത് എന്താണ് നമുക്ക് ലൈഫിൽ നന്നാക്കാൻ കഴിയുക? പക്ഷെ അനുഭവത്തിൽ നിന്ന് കിട്ടിയതുണ്ടാവും പലർക്കും. അത് നമുക്ക് എന്ത് ചെയ്യും, പ്രൈസസ്, നമുക്ക് ഒരു വിലയില്ല, നമ്മൾ തള്ളിക്കളയുന്ന കാര്യം ഭയങ്കര വാല്യൂ ഉള്ള സാധനമാണ്. ഇതിനെ മനസ്സിലാക്കി എടുക്കാൻ ആദ്യം എന്ത് ചെയ്യണം, പ്രവാസിക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ നിസ്സാരമാക്കരുത്. അദ്ദേഹം ചിലപ്പോൾ നമ്മളെക്കാൾ താഴ്ന്ന ജോലി ചെയ്യുന്ന ആളായിരിക്കാം, ശമ്പളം കുറവായിരിക്കാം, അദ്ദേഹത്തിന് ആ സ്റ്റാറ്റസ് അല്ല അവിടെ പ്രശ്നം, പക്ഷെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും നമുക്കാണത് മൂല്യവത്താകുന്നത്. അദ്ദേഹത്തിനേക്കാൾ ഉപരി സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയും പാകപ്പെടുകയും ചെയ്തേക്കാം, പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അനുഭവങ്ങളാണ് ഏറ്റവും വലുത്. ഈ അനുഭവങ്ങളെ നമുക്ക് വർഷങ്ങളുണ്ട് അനുഭവങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പ്രവാസി വിജയിക്കും. ഇവിടെ പ്രവാസി സമ്മർദ്ദത്തിലാകുന്ന കാര്യങ്ങൾ നമ്മുടെ ഏകദേശം ഈ പ്രഭാഷണത്തിൽ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സമ്മർദ്ദത്തിലാകുന്ന എപ്പോഴാണ്? പ്രവാസിക്ക് സമ്മർദ്ദം എന്ന് പറയുന്നത് സാമ്പത്തിക ഇടയിൽ വരുമ്പോഴാണ്. നമ്മൾ സാധാരണ കരുതുന്നത് അങ്ങനെയാണ്.
പക്ഷേ തുടക്കം മുതൽ പ്രവാസി സമ്മർദ്ദത്തിലാകുന്ന എവിടെയാണെന്നറിയോ? എങ്കിൽ നമ്മൾ നാടും വീടും കൂടും ഉപേക്ഷിച്ച് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ആദ്യത്തെ രാത്രി, മാറിക്കിടക്കുന്ന ആദ്യത്തെ രാത്രി നമ്മൾ ഓർത്തു നോക്കുക. ഞാൻ എങ്ങനെ അനുഭവിച്ചതാണ്. അപ്പൊ നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാകുന്ന ഒരു വിരഹം എന്ന് പറയുന്നത്, ആ വിരഹ ദുഃഖം അവിടെ കിടക്കുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ പണത്തിന്റെ പളപളപ്പിൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ റിയാലിന്റെയോ ദിനാറിന്റെയോ ദീർഘത്തിന്റെയോ മൂല്യത്തിന്റെ വർധന വലുത് അല്പം എന്ത് ചെയ്യും? ഇത് മറന്നു. അപ്പൊ ഞാൻ അവിടേക്ക് തിരിച്ചു എത്തേണ്ടതാണെന്ന്, ബന്ധങ്ങൾ കീപ്പ് ചെയ്യേണ്ടതെന്ന ഒരു ബോധം പലപ്പോഴും ഈ പ്രവാസി അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ഒരു 2-3 മാസങ്ങൾ കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ഫിയറിൽ നിന്ന്, പേടിയിൽ നിന്ന് മാറി വെള്ളത്തിൽ കഴിഞ്ഞ ശേഷം പിന്നെ തിരിഞ്ഞു നോക്കാൻ നമുക്ക് പേടിയാണ്. കാരണം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും. അപ്പോൾ നമ്മളെന്തില്ല, മനഃപൂർവ്വം ആ കവാടം അടച്ചു കളയും. ഇവർക്കൊക്കെയും സംഭവിച്ചതിന്റെ യാഥാർത്ഥ്യം എന്തായിരിക്കും? നമ്മൾ ഒന്ന് സ്വയം അവലോകനം നടത്തുക. ഞാൻ അതിലൂടെയാണോ കടന്നു പോകുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയായിരുന്നു ജീവിച്ചിരുന്നത്? എനിക്ക് സന്തോഷം കിട്ടാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ടോ? സന്തോഷം കണ്ടത് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണം, എൻ്റെ ഭാര്യയും മക്കളും കൂട്ടുകാരും സുഹൃത്തുക്കളും സംഘടനയൊക്കെ എന്നെ സന്തോഷിപ്പിക്കണം എന്ന് കരുതിയാണോ നമ്മൾ ഇരിക്കുന്നത്? എങ്കിൽ നിങ്ങൾ പരാജിതരാണ്. എങ്കിൽ പ്രവാസി പരാജിതനാണ്. സ്വയം സന്തോഷം കണ്ടെത്താനും നമ്മൾ നമ്മുടേതായ ഒരു വ്യക്തിത്വം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളുടേതായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രയാസങ്ങളൊന്നും പ്രവാസിക്കുണ്ടാകണമെന്നില്ല. ബുദ്ധിപരമായി നമുക്ക് സമീപനങ്ങൾ എടുക്കുവാനും നിലപാടുകൾ എടുക്കുവാനും അത് പ്രകടിപ്പിക്കുവാനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളാരെയും തടയൂല. പക്ഷെ ഇതിനുള്ളൊരു ധൈര്യവും പക്വതയും പലപ്പോഴും എന്ത് ചെയ്യില്ല, പ്രവാസി നേടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഒന്ന്, നമ്മൾ ഈ പറയുന്ന വിരഹമാണ് അല്ലെങ്കിൽ ഒരു വിഷമമാണ് പ്രവാസിയാകുമ്പോൾ ഉണ്ടാകുന്നത്. രണ്ടാമത് നമുക്ക് പ്രശ്നമുണ്ടായി ഈ സാമ്പത്തിക ക്രൈസിസ് മാത്രം, അതല്ല മറ്റുള്ളവരെ കുറിച്ച്. അപ്പൊ ഇവനെന്തായി? സ്വയം ഇവൻ ഒരു ഗർത്തം പണിയാണ്. നമ്മളെ കുറിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതിയെ കുറിച്ചല്ല അവിടെ ചർച്ച ചെയ്യാം. ഇവന്റെ മനസ്സ് മുഴുവൻ അവൻ എന്തോ ചെയ്യുന്നത്, അവനെന്തോ. ഇത് ഒരു ഡള്ളായിട്ടുള്ള മനുഷ്യന്റെ മനസ്സിനെ വളരെ വികൃതമാക്കുന്ന ഒരു ചിന്തയായിരിക്കും പലപ്പോഴും. ഇത് പ്രവാസികളിൽ കൂടുതലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടിലേനേക്കാൾ കൂടുതലുള്ളതാണ്. അതായത് ഇപ്പം ഒരാളുടെ ഒരു വളർച്ചയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉയർച്ചയിൽ, അദ്ദേഹത്തിന്റെ ഒരു പക്വതയിൽ, അദ്ദേഹത്തിന് കിട്ടുന്ന സ്ഥാനമാനങ്ങളിൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിൽ നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മൾ പരാജിതനായ പ്രവാസി. കാരണം അവിടെ നമ്മുടെ ചിന്ത നമ്മൾ പോയി, നമ്മൾ കുഴിച്ചിട്ട് കഴിയും. നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളത് വേറെ ആർക്കോ വേണ്ടി എന്ത് ചെയ്യാണ്? ഓരോ ഉപകാരം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കുഴിയും. അത് ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണം, ഉപകാരമില്ലാത്ത സ്ഥലത്ത് നിങ്ങളുടെ ചിന്ത പോകുന്നതെങ്കിൽ നിങ്ങൾ ഏതൊരു സംഖ്യയും 0 കൊണ്ട് കുടിക്കുന്ന പോലെ. ഒരു സംഖ്യ 0 കൊണ്ട് കുടിച്ചാൽ 0 ആയിരിക്കും അല്ലേ? 0 കൊണ്ട് കുടിച്ചാൽ 0ആണ്. 1 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ ഉള്ള ഒരാള് അയാൾ ഗുണിക്കുന്ന സംഖ്യ 0 ആയി പോയാൽ വാല്യൂ എത്രയായി? 0. പ്രവാസിയുടെ പരാജയം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ ഒരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് സ്വന്തം ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയോ അനുഭവസ്ഥർ കൂടി ഉണ്ട്. എനിക്ക് 1500 ദിർഹം കിട്ടുന്നത്, എൻ്റെ അക്കോമഡേഷൻ എല്ലാം കഴിഞ്ഞ് എനിക്ക് ഇത്രയും ബാലൻസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് വീട്ടിലെ ചെലവിനയക്കുന്ന പൈസ തികയുന്നില്ലെന്നല്ലേ പരാതി. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല, കാരണം ഇങ്ങനെ മേടിക്കല്ലേ. നമ്മളെല്ലാവരും പറയുന്ന പോലെ ലിസ്റ്റിന്റെ സമയം താമസിച്ചാൽ അടുത്ത സാധനത്തിന്റെ പേര് വീണ്ടും വന്നോണ്ടിരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മേടിച്ച് കൊടുക്കുക. കാരണം നിമിഷങ്ങൾ കഴിയുമ്പോൾ അടുത്ത ഓർഡർ വരും. ഇത് ഈ മാസത്തെ എന്റെ വരുമാനമാണ് ഈ അയക്കുന്നത്, ഇത് ചെലവിനും സമ്പാദ്യത്തിനും എല്ലാത്തിനും ഉള്ളതാണ് എന്ന ബോധം സൃഷ്ടിക്കത്തക്ക വണ്ണമുള്ള ഒരു പ്ലാനിങ് ആണ് ഈ പ്രവാസി അവന്റെ കുടുംബത്തെ സൃഷ്ടിച്ചതെങ്കിൽ സമ്പാദിക്കും. ഒരു മാസം 1000 രൂപ മാറ്റി വെച്ചാൽ 10 മാസം കൊണ്ട് 10000 രൂപയായി. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അപ്പൊ ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മളിവിടെ ഭയങ്കരമായിട്ട് എന്തോ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ധാരണയാണ് ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനുള്ളത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യഥാർത്ഥത്തിൽ പരാജയക്കാർക്കാണ്. നമുക്ക് ഇതിന്റെ സമയമില്ല. ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യണം. ഒരു 10000 രൂപ വന്നാൽ, അല്ലെങ്കിൽ ഇന്നൊരു പദ്ധതി ചെയ്ത് ചെറിയൊരു വരുമാനം കിട്ടും. ഒന്നുകിൽ കറണ്ടിയാൽ ഇറങ്ങാനുള്ള പൈസ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സേവ് ചെയ്യാൻ പറ്റും. ഈ സേവിങ് സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല? പലപ്പോഴും പ്രവാസി എന്ത് ചെയ്യുന്നില്ല, ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. വലിയ പദ്ധതിയൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യാം? ഒരു ദിവസം 1000 ദിർഹം ലാഭം കിട്ടുന്ന പദ്ധതി ആലോചിക്കുകയാണ്. വീട്ടിൽ ഒരു ദിവസം 100 രൂപ കിട്ടുന്ന പണി നമ്മൾ എന്ത് ചെയ്യില്ല, പ്ലാൻ ചെയ്യില്ല. കാരണം വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും എന്ത് ചെയ്തില്ല, പ്ലാനിങ് സക്സസ് ആണോന്നില്ല. ഇതിന് പ്രവാസി ആദ്യം ചെയ്യേണ്ടത് ഹുവാമായി. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഏത് വിഭാഗത്തിൽ, ഒരു ടീച്ചർ ആണെങ്കിലും, ഒരു ഡോക്ടർ ആണെങ്കിലും, ഒരു കൂലിപ്പ പണിക്കാരനാണെങ്കിലും, ഏതൊരു സ്ട്രീറ്റ് വെണ്ടർ ആണെങ്കിലും, ആരാണെങ്കിലും ആദ്യം ഞാനാരെന്ന് അറിയുക. ഞാനാണെന്നുള്ള തിരിച്ചറിവ്, എനിക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്, അവനാണ് അറിയാൻ പറ്റുക. ഇനി അവർക്ക് ചിന്തിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ ചർച്ച ചെയ്യും, സാർ ഞാൻ ഇങ്ങനെയാണ്. ഇനി ഒരു ദിവസം എന്ത് ചെയ്തു, ഇത് അവസാനിച്ചെന്ന് കരുതുക. ഈ അക്ഷയപാത്രത്തിന്റെ വാതിൽ അടഞ്ഞു എന്ന് കരുതുക. ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ സമ്മർദ്ദം ഉണ്ടായില്ലേ? ഈ സമ്മർദ്ദത്തെ എന്നും ഇത് തരാമെന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടോ? യുഎഇയിലെ ഷെയ്ഖുമാർ നമുക്ക് അജീവനാന്തം ജോലി തരാൻ വേണ്ടില്ല. നമ്മൾ ആരെ കുറ്റപ്പെടുത്തുക? നമ്മൾ ഭരണാധികാരികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഓരോ കാലഘട്ടങ്ങളിൽ അവർ ചെയ്യാം. അപ്പം എല്ലാ രാജ്യത്തും എന്ത് ചെയ്യും? അവരുടേതായ നിയമങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് അവകാശമുണ്ട്.
അപ്പൊ അക്ഷയപാത്രം എന്നും തുറന്നു കിടക്കുമെന്ന് കരുതിയിട്ടുള്ള ഒരു മനോഭാവത്തിലാണ് പ്രവാസി ജീവിക്കുന്നതെങ്കിൽ സമ്മർദ്ദങ്ങളെ നമ്മൾ വിലയ്ക്ക് വാങ്ങുകയാണ്. അപ്പൊ ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് ഈ അക്ഷയപാത്രം അടയാൻ സാധ്യതയുണ്ട് എങ്കിൽ എനിക്കെന്ത് വേണം? നാട്ടിൽ പോയാലും പട്ടിണി കൂടാതെ കഴിക്കാൻ കഴിയുന്നൊരു വക എനിക്ക് എൻ്റെ വീട്ടുകാർക്കും പോകണം. ഒരുത്തൻ്റെ മുമ്പിൽ കൈനീടുന്ന അവസ്ഥ ഉണ്ടാകുക എന്നുള്ള ചിന്ത ആർക്ക് വേണം? പ്രവാസത്തിൽ വന്നത് മുതൽ നമുക്കുണ്ടാകണം. അപ്പൊ യുദ്ധം വന്നപ്പോൾ എല്ലാവരും പേടിച്ചില്ലേ? ഫലസ്തീനികൾ മരിക്കുന്നത് കൊണ്ടല്ല നമ്മൾ ദ്വാരുന്നത്. പടച്ചോനെ UAE ബോംബ് വിടരുന്ന അല്ലേ? അതെ, UAE ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടായത്. ഖത്തറിനെ അടിച്ചു പടച്ച അടുത്ത് നമ്മളാണോ എന്ന് നമ്മൾ നെഞ്ചത്ത് കൈവച്ചില്ലേ? കാര്യം എന്താണ്? ഇവിടെ വീണ പൊട്ടി പ്രശ്നമായി. കാര്യം എന്താണ്? നമ്മൾ സമ്മർദ്ദത്തിലാണ്. അപ്പം ലോകത്തിന്റെ പോക്ക് എന്തല്ല, നമ്മൾ പറയുന്ന പോലെ സുരക്ഷിതമായ ഒരു ഒഴുക്കല്ല ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രവാസി തിരിച്ചറിഞ്ഞാൽ സമ്മർദ്ദത്തിൽ അതിജീവിക്കാൻ കഴിയും. ഈ സമ്മർദ്ദം അതിജീവിക്കുന്നതിന് മന്ത്രങ്ങളൊന്നുമില്ല. മന്ത്രം ഉണ്ടാകാം, എൻ്റെ കയ്യിലില്ല. സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള മന്ത്രം എന്ന് പറയുന്നത് നാം നമ്മെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യം സ്വയം ചോദിക്കുക. ഇന്ന് രാത്രി ചോദിച്ചു, എല്ലാവരും ചോദിക്കുക, ഭാര്യമാരും ചോദിക്കുക, മക്കളും ചോദിക്കുക, ജോലി ചെയ്തവരെല്ലാം ഇവിടെ ഉണ്ട്, എല്ലാവരും ചോദിക്കുക. എന്നിട്ട് ഈ ചോദ്യം ചോദിക്കാൻ ഭാര്യമാരും മക്കളോട് ഇല്ലാത്തവർ അവർക്ക് എന്ത് ചെയ്യുക? ഇത് മാതൃക ഉണ്ടാക്കുക. അവർ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഈ വീഡിയോ പുറത്തു വന്ന് പ്രവാസികളുടെ ഭാര്യമാരും മക്കളും കുടുംബങ്ങളും ഒക്കെ ഈ ശബ്ദം കേൾക്കുന്നത് ശ്രദ്ധിക്കുക. ഈ അക്ഷയപാത്രം എന്ത് ചെയ്തേക്കാം? എന്നും തുറന്നിരിക്കുന്നതെല്ലാം അടഞ്ഞേക്കാം. അന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അവരും എന്ത് ചെയ്യണം? ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിനൊരു വാതിൽ തുടങ്ങും. നിങ്ങൾ സമ്മർദ്ദം കുറയും. രണ്ടാമതായിട്ട് സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ളത് നിങ്ങളൊരു ബധിരനാകുക എന്നുള്ളതാണ്. ബധിരനാകുക എന്ന് മനസ്സിലേ? ചെവി കേൾക്കാത്ത ആളാണ് ചില സമയത്ത്. ഇതിന് സൈക്കോളജിയിൽ 9 സെക്കൻഡ് തിയറി എന്ന് പറഞ്ഞ തിയറിയുണ്ട്. കാരണം ഒരാൾ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് കേട്ട ഉടനെ ഉത്തരം കൊടുക്കുന്ന ആൾ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും. പക്ഷെ ഈ ദേഷ്യപ്പെടുന്ന ആരെങ്കിലും ദേഷ്യപ്പെടുന്നവർ? പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാം നല്ല വ്യക്തിത്വങ്ങളാണത്. ഉണ്ട്, ഒരാൾ ദേഷ്യപ്പെടും. ഇപ്പൊ എല്ലാവരും ഉണ്ട്, സ്ത്രീകളുണ്ട്. ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ശുദ്ധന്മാരെ. മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാവരും കൈവക്കും. ഇനി ഈ ദേഷ്യപ്പെടാത്ത മനുഷ്യരുണ്ടല്ലോ, ദേഷ്യപ്പെടാത്തവരും ഭയങ്കര ക്രിമിനൽസ് ആയിരിക്കും. ക്രിമിനൽസ് അതിന്റെ കൈപോകും. അതാണല്ലോ ഞങ്ങൾ ചോദിച്ചേ. ക്രിമിനൽസ് ഞാൻ ചോദിച്ചാൽ അക്രമി എന്നല്ല, ഭയങ്കര കണ്ണിങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കുതന്ത്രത്തിന്റെ ഉസ്താദ്മാരായിരിക്കും. ദേഷ്യപ്പെടുന്നവരുണ്ടല്ലോ പെട്ടെന്ന് മോശമായി പോയി പറഞ്ഞ് അടുത്ത 5 മിനിറ്റ് കാര്യം ഒരു ഫ്രണ്ട്ഷിപ്പ് എടുക്കും. പക്ഷെ നിങ്ങൾ ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സൗഹൃദം കിട്ടും. പക്ഷെ നിങ്ങളുമായിട്ട് എപ്പോഴും ചിരിച്ചു നിൽക്കുകയും നിങ്ങൾ എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ആൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് കരുതുക. പക്ഷെ നിങ്ങൾ അദ്ദേഹമായിട്ട് തെറ്റിയാൽ നിങ്ങളുടെ, ഞാൻ മലയാളത്തിൽ പറഞ്ഞ അണ്ട കീറി പോകും. നിങ്ങളുടെ അസ്ഥിവാരം തോണ്ടി കോത്താക്കി കളയും. നിങ്ങൾ അറിയുകയില്ല. ഞാനിതെല്ലാ പ്രവാസിക്കും വേണ്ടി പറയുകയാണ്. അതിൽ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കോളൂ, ഇതൊരു സൈക്കോളജിയാണ്. അല്ലെങ്കിൽ എന്തായിരിക്കണം? അദ്ദേഹം നല്ലൊരു അഡൾട്ട് ആയിരിക്കണം, ഒരു പക്വതയുള്ള ഒരു ജെന്റിൽമാൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതായത് പ്രാക്ടീസാണ് അയാളെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത സാധാരണക്കാരനൊരുത്തൻ നിങ്ങൾ എന്ത് കുതന്ത്രം കാണിച്ചോ, നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടോ അവൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളോട് ദേഷ്യപ്പെടാതിരിക്കുകയോ എന്ത് ചെയ്യുന്നില്ല, പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടുക. ഇവനൊരു മൂർഖനാണ്. ഇവനെപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? അവന്റെ പാത്തി നിങ്ങളുടെ മേലുണ്ടാവും. ഒരിക്കലും അവന് വിടൂല. സാധാരണ 80% മനുഷ്യൻ സംഭവിക്കുന്ന അതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഈ ദേഷ്യം വരുന്നവർക്ക് വേണ്ടി ഇനി പറഞ്ഞത്, ദേഷ്യം വന്നൊരു സത്യം പറഞ്ഞാൽ അവർക്കൊരു പോയിന്റ് പറയാൻ പോലെ കേട്ടോ. ദേഷ്യം വരുന്നവർക്ക് അതിന് പക്വതയിൽ എത്താൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് 9 സെക്കൻഡ് തിയറി. 1 2 3. ഒന്നില്ല അസ്തഫുറുല്ലാഹ്. അങ്ങനെയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഏതെങ്കിലും ഒരെണ്ണം ഒരു 9 10 പ്രാവശ്യം എന്തുക? നിങ്ങൾ വൈഫും ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. വൈഫ് എന്ന് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ പെങ്ങളെ കല്യാണം മോളെ കല്യാണം അത്രയും കൊടുത്തു, എൻ്റെ ആങ്ങളുടെ മോളെ കല്യാണം നിങ്ങൾ എന്താ അത്ര കൊടുക്കാൻ വയ്യായോ എന്ന് നിങ്ങളിത് ചോദിക്കാന്ന് കരുതുക. വൈഫ് നിങ്ങളെന്ത് പറയും? മൈക്രോ സെക്കൻഡ് പോലും വേണ്ട മറുപടിക്ക്. എടി എനിക്കറിയാം അവിടെ ചെയ്യണോ, നീ എന്നെ ഭരിക്കാൻ വരാതെ എന്നുള്ള വാക്കുകളാണ് സാധാരണ ഒരു ഭർത്താവ് ഭാര്യയോട് ഉപയോഗിക്കുക. പക്ഷെ ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ടത് 9 നിമിഷം ബധിരനാകുക. 9 നിമിഷം, 9 മിനിറ്റ് അല്ല കേട്ടോ, 9 നിമിഷം ഞാൻ കേട്ടിട്ടില്ല, ഈ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ള ഒരു തിയറി കൊണ്ടുവരിക. അത് എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങൾക്ക് എണ്ണ, ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? വേറെ ഏതെങ്കിലും ഒരു വർക്കിൽ ആക്റ്റീവ് ആകുക. നീ എന്ന് പറഞ്ഞ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നൊരു ചോദ്യം ഒരു പ്രാവശ്യം കൂടെ ചോദ്യം ചോദിക്കുക. നമ്മളെ കൺട്രോൾ ചെയ്യാൻ സമയം കിട്ടാൻ, കാരണം നമുക്കൊന്ന് തിങ്ക് ചെയ്യാനുള്ള സമയം നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യണം? കൊടുക്കണം. സ്പോട്ടിൽ അടിക്കുന്ന ആൻസർ എന്തായിരിക്കും? ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ആ വെയിറ്റ് കൊണ്ട് ഇയാൾ തകരും. ആര്? ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? ഇത് ബൂമറാങ് പോലെ എന്ത് ചെയ്യും? അടുത്ത അടിയായിരിക്കും നമ്മളെ.
ഇതാണ് കുടുംബത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനിടയിൽ സംഭവിക്കുന്ന പ്രശ്നം അവിടെയാണ്. ഇവിടെ ഈ ഒരു ബൂമറാങ് ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ 9 സെക്കൻഡ് തിയറി. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ്, പ്രവാസികളായാലും നിങ്ങളുടെ ബന്ധുക്കളാകാം, അല്ലെങ്കിൽ പ്രവാസി അല്ലെങ്കിൽ സംഘടനകളാകാം, ഏതെങ്കിലും പ്രസ്ഥാനത്തെ ആൾക്കാരാകാം, ആരും ആയിക്കോട്ടെ, വിളിച്ചിട്ട് പറയുകയാണ് നമുക്ക് ഇന്നതുപോലെ സഹായം വേണം, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളെ സ്പ്രിങ് ഗേറ്റഡ് ആയിരിക്കുമല്ലോ പറയുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പെട്ടെന്ന് ശരി, ഞാൻ 1 ലക്ഷം തന്നേക്കാം, 50,000 തന്നേക്കാം, അല്ലേ? കാരണം നമ്മളെ പ്രതീക്ഷയാണല്ലോ വിളിക്കുക. അപ്പം ഈ നാട്ടുകാർ മുഴുവൻ പ്രതീക്ഷ ആരാണ്? ഞാനാണെന്ന് നമ്മൾ സ്വയം എന്ത് ചെയ്യാൻ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഒരാൾ വിളിച്ചെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യുക? സാധാരണ ഈ സംസാരം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേൽ എന്നെ കുറിച്ച് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അതെല്ലാം എന്ത് ചെയ്യും? തകർന്നു പോകുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എന്ത് ചെയ്യുക. നമുക്ക് കടമുണ്ടെന്നോ, നമുക്ക് ബാധ്യതകളുണ്ടെന്നോ, നമുക്ക് ലക്ഷ്യങ്ങളുണ്ടെന്നോ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ഇമേജ്, ആരോ സൃഷ്ടിച്ച ഒരു ഇമേജ് ഉണ്ട് നമുക്ക്, അത് തകർന്നു പോകുന്ന ആര് ഭയപ്പെടും? നമ്മൾ ഭയപ്പെടും. നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഫോൺ കട്ട് ചെയ്യുന്നത് 3-4 മിനിറ്റിന് മുമ്പിൽ നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടാവും, കൊടുക്കാം, കുഴപ്പമില്ല, ചോദിച്ചതിന്റെ കഷ്ടമല്ലേ. നിങ്ങളൊരു പരാജിതരായ പ്രവാസിയാണ്. ഞാൻ ദാനത്തെ എതിർക്കുന്ന വ്യക്തിയേ അല്ല. ഇത് കേട്ടിട്ട് ഈ സാറ് വന്നിട്ട് ദാനം ചെയ്യുന്നല്ലേ പറഞ്ഞത്? അങ്ങനല്ല. തീരുമാനം എടുക്കുമ്പോൾ എന്ത് വേണം? ഈ 9 സെക്കൻഡ് തിയറി ഉപയോഗിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ഈ ചിന്തിക്കാനുള്ള സമയം ആർക്ക് കൊടുക്കണം? പ്രാക്ടീസ് ചെയ്ത കാലത്തോളം ചെയ്യണം. 9 സെക്കൻഡ് സമയം ബ്രെയിൻ എന്ത് ചെയ്യണം? ഇത് കേൾക്കാനുള്ള അവസരം കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഈ കേട്ടതിന് പെട്ടെന്ന് ആൻസർ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യർക്ക്, ബുദ്ധിക്കുള്ളത്, നമ്മുടെ ബുദ്ധിക്കുള്ളത്. പെട്ടെന്ന് ആൻസർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ശാന്തത വെക്കാം. നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടില്ലേ, സബ് കമ്മിറ്റി ഉണ്ടാകുന്നുണ്ട്. ഒരു പ്രശ്നം, ഒരു ക്രൈസിസ് വന്നു, ഉടനെ എന്ത് ചെയ്യും? അന്വേഷിക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റി. എന്താ സബ് കമ്മിറ്റി വെക്കുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്യല്ല, കേസ് പോവല്ല, പിന്നെന്താണ്? കമ്മിറ്റി അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയാൻ ടേക്ക് ടൈം, ഒരാഴ്ച സമയം എടുക്കും. ആ സമയത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിന്റെ പ്രശ്നം അവസാനിച്ചിട്ടുണ്ടാവും. ഇത് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മളത് പ്രയോഗവൽക്കരിക്കുന്നില്ല. അപ്പൊ പ്രവാസിയായിട്ടുള്ള ഒരാളെ നിങ്ങളൊരു സഹായം ചോദിക്കുക, അല്ലെ എന്തായിക്കോട്ടെ, എന്ത് പദ്ധതികളാണെങ്കിലും പെട്ടെന്ന് കയറി എന്ത് ചെയ്യരുത്. ഉത്തരം പറയാതിരിക്കുന്നത് സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള ഒരു പോയിന്റാണ്. ആലോചിച്ചിട്ട് പറയാം, എന്തായാലും നിങ്ങൾ എന്തായാലും അതിന്റെ ബ്രോഷറൊക്കെ ഉണ്ടെന്ന് അയച്ചോളൂ, നമുക്ക് പല ന്യായങ്ങൾ പറയാമല്ലോ, നോട്ടീസൊക്കെ അയക്കി, പ്രോഗ്രാം ഒക്കെ അയക്കി നമുക്ക് പരിഗണിക്കാം എന്നെന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്താ നോക്കുക, ഈ പെട്ടെന്ന് ഉത്തരം കിട്ടി കൊടുത്തോണ്ട് നിങ്ങൾ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാം അവര് വിളിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഒരു ടാക്ടിക്സ് ആണ്, ഒരു തന്ത്രമാണ്. നിങ്ങളെ ബുദ്ധിയെ അത് പറഞ്ഞു പഠിപ്പിക്കുക. അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സ് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മൾ ശീലിച്ചതിൽ നിന്നും വ്യത്യസ്തമായ റൂട്ടിലൂടെ സഞ്ചരിക്കാനായിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ട്രാപ്പ് ചെയ്യും. ഇനി കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചോ, ബുദ്ധിമുട്ടായില്ലേ, കൂടുതൽ വിഷമല്ലേ ചെയ്യുക. ഇനി നമ്മൾ അതിനേക്കാൾ, അതായത് ഇനി പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയും. പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് വെച്ചാല് തന്റെ വീട്ടിലെ അത്യാവശ്യങ്ങൾ കിടക്കുമ്പോൾ ഒരു നാട്ടിലുള്ള ഏതൊരാളുടെ അനാവശ്യങ്ങൾക്ക് നമ്മൾ പൈസ ലഭിക്കുന്നില്ലേ? ഞാൻ ഓരോന്നുള്ളത് വരും, ഞാനിത് പറയാൻ കൗണ്ടർ അങ്ങനൊന്നും ഇല്ലെന്ന് പറയും. നമ്മുടെ അത്യാവശ്യം ബാക്കി കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നാട്ടിലെ അനാവശ്യങ്ങൾക്ക് പൈസ ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ എന്തിനു വേണ്ടിയാണ്? പേരിന് വേണ്ടി, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി. നമ്മൾ അവർ സൃഷ്ടിച്ച ഒരു ചില്ലു കൊട്ടാരത്തിനുള്ളിൽ ഒരു വലിയ പ്രതിമയാണ് നമ്മൾ. അത് തകർന്നു പോകും, നമ്മൾ ഭയപ്പെടുക. ഇനി നമ്മൾക്ക് അത്യാവശ്യം കിടക്കുമ്പോൾ ആവശ്യങ്ങൾക്ക് നമ്മൾ പൈസ കൊടുക്കാറില്ലേ നാട്ടിലെ? പക്ഷെ ഇവിടെ പ്രയോറിറ്റി ഏതിനാ കൊടുക്കേണ്ടത്? നമ്മുടെ അത്യാവശ്യങ്ങൾക്കാണ്. ഇത് പലപ്പോഴും പ്രവാസം മറന്നു. ഇനി നാട്ടിലൊരു അത്യാവശ്യമുണ്ട്, നമുക്കൊരു അത്യാവശ്യമുണ്ട്. ഏതാണ് പ്രയോറിറ്റി? നമ്മുടെ അത്യാവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന എത്ര പേര് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്? എന്റെ അത്യാവശ്യം, നാട്ടിലെ അനാവശ്യം. എന്റെ അത്യാവശ്യം, നാട്ടിലെ ആവശ്യം. എന്റെ അത്യാവശ്യം, നാട്ടിലെ അത്യാവശ്യം. ഇങ്ങനെയെങ്കിലും ഒരു ലിസ്റ്റ് ഉണ്ടായിക്കൂടെ? നിങ്ങൾ കൊടുത്ത പൈസ കൂടുതലും എവിടെയായിരിക്കും? നിങ്ങൾ ചാരിറ്റി കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിന്റെ റൂട്ടിന് വെളിയിൽ വന്നിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, നമ്മൾ പറയുന്ന സാധനമൊന്നും ചാരിറ്റി അല്ല. അതൊക്കെ ആരോ ആർഭാടത്തിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? വിനിയോഗിച്ചിട്ടുണ്ട്, അനാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട സമയങ്ങളിൽ അത് ചെയ്യാതെ നമ്മൾ കൊടുത്തത് കൊണ്ട് അവർ ആവശ്യങ്ങൾ നിറവേറ്റിട്ടുണ്ടാവും. നമുക്കത് നഷ്ടമാണ്. അള്ളാഹ് കൂലി തരുമെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് മതം പഠിച്ചോണ്ട് ഞാൻ പറയാം, അങ്ങനെ അത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾക്ക് കടം കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ദാനം ചെയ്യാൻ പാടില്ല. നമുക്ക് കടം കിടക്കാണ്, നമ്മൾ ആ കടം വീടാണ് പ്രയോറിറ്റി. മതം തന്നെ അതാ പറയുന്നത്. പക്ഷെ അത് നമ്മൾ മറന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന കൂത്തുകൾക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കോ അനാവശ്യങ്ങൾക്കോ പൈസ കൊടുക്കുന്നു എങ്കിൽ പ്രവാസി സമ്മർദ്ദം വരയ്ക്കും അങ്ങനെയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന്, നമ്മളുടെ സമയം നമ്മൾ നാട്ടിൽ നിന്ന് മാറി ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം വളരെ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കുടുംബം അവിടെ, ഭാര്യ അവിടെ, എൻ്റെ ഉമ്മയും വാപ്പയും അവിടെ കാണാൻ കഴിയുന്ന ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്,
നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ കൊടുക്കുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ പേഴ്സണൽ ഫീലിങ്ങിലുള്ള കാര്യങ്ങളാണ്, രണ്ട് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിലുള്ള കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രവാസികൾ മാനേജ് ചെയ്യാൻ പഠിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് സമ്മർദ്ദങ്ങളിൽ നിന്ന് മാറ്റാൻ കഴിയും. ഈ ഒരു പ്രവാസി കൂട്ടായ്മയിൽ ഇങ്ങനെ രസകരമല്ലാത്ത, മനസ്സിന് സുഖമില്ലാത്ത ചില കാര്യങ്ങൾ പറയാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാസികളുടെ മക്കളെ കുറിച്ചുള്ള ആശങ്കകളെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മുമ്പിൽ സംഭവിച്ചുള്ള ചില സംഭവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടാകുന്നത്. ഈ മൂല്യവത്തായ ഭാര്യ, മൂല്യമുള്ള മക്കൾ, മൂല്യമുള്ള സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നത് ആഴമുള്ള ഒരു വർത്തനാണ്. ഈ മൂല്യം എന്നാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില ഉദാഹരണത്തിലൂടെ ഞാൻ സൂചിപ്പിച്ചു തരാം. മരുഭൂമിയിൽ പെട്ടുപോയ ഒരു മനുഷ്യൻ, വെള്ളം കുടിക്കാനുള്ള ദാഹജലത്തിന്റെ അളവ് കുറഞ്ഞു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു, തീർന്നു. താൻ മരണത്തെ മുമ്പിൽ കാണുന്ന ഒരു സമയം, ഒരു ദിർഹം മാത്രം വിലയുള്ള ഒരു ബോട്ടിൽ വെള്ളത്തിന് ഒരു ആട്ടിടയൻ 10,000 ദിർഹം ചോദിക്കുകയാണ്. ഈ ഒരു ദിർഹം പോലും വിലയില്ലാത്ത ആ വെള്ളത്തിന് അതെന്ത് ചെയ്യും, ആ പൈസ കൊടുത്തവൻ വാങ്ങി അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തും, ആ ആട്ടിടയനെ രക്ഷപ്പെടുത്തും എന്നവൻ കരുതുകയാണ്. അപ്പോ ഇവിടെ നമ്മൾ ചെലവഴിച്ച പൈസയുടെ റേറ്റ് കണക്കാക്കാതെ ആ സമയത്ത് എനിക്കത് ലഭിച്ചതുള്ള മൂല്യമുള്ള ഒരു മകൻ, ഒരു ഭാര്യ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് ആദ്യം അറിയണം. ഞാൻ പൈസ ചെലവാക്കി പഠിപ്പിക്കുന്ന എൻ്റെ മോൻ അറിയണം. ആ മൂല്യം പഠിപ്പിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഇത്ര കൊണ്ടുമ്പോ അപ്പൊ അത്ര ഉള്ളൂ, വരട്ടെ ഇങ്ങോട്ട് മേടിക്കും, എനിക്ക് അത് മേടിക്കണം, ഇത് മേടിക്കണം എന്ന ഒരു കുട്ടി പറയുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തിട്ടില്ല. അവിടെ ആ റേറ്റാണ് അവൻ കണക്കാക്കുക. ഡോളറിന്റെ ഇന്ത്യൻ റുപ്പിയുടെ INR വെച്ചിട്ടാണ് കണക്കാക്കിയിട്ട് കാൽക്കുലേറ്റർ പൈസ കണക്ക് പറഞ്ഞു തരണം അവൻ ഇത്ര രൂപ കിട്ടുമെന്ന് അവൻ പറയാറില്ലേ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ കുട്ടി, അത് നമ്മളൊരു കുട്ടി എങ്ങനെ വളർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം ആര് മൂല്യമുള്ള ആളാകണം? ഈ പറഞ്ഞ രക്ഷിതാവ് ആദ്യം മൂല്യമുള്ള ആളാകണം. നിങ്ങൾക്ക് ആ ശമ്പളം തരുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിക്ക് നിങ്ങൾ എന്താ തിരിച്ചു കൊടുക്കുന്നത്? അവർ തരുന്ന 4,000ന്റെ മൂല്യം, റേറ്റ് അല്ല ഞാൻ പറഞ്ഞ മൂല്യം നിങ്ങൾ തിരിച്ചു നൽകുന്നുവെങ്കിൽ നിങ്ങൾ മൂല്യമുള്ള പിതാവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂല്യത്തിന്റെ വലിയൊരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ടാങ്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ കുട്ടിയിലേക്ക് ഒഴുകാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ മൂല്യമുള്ളവരാകുക. നമ്മൾ സമ്പാദിക്കുന്ന ഓരോന്നും മൂല്യമുള്ളതാകുക. നമ്മൾ ചിലവഴിക്കുന്നത് എന്താണ്? മൂല്യമുള്ളതിൽ മാത്രമാകുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി എന്തായി? മൂല്യത്തിന്റെ ഒരു വലിയ ടാങ്ക് ആവും. നമ്മൾ മൂല്യവത്തല്ലാത്ത സ്വത്താണ് സമ്പാദിക്കുന്നതും എൻ്റെ മോൻ മൂല്യമുള്ളവനാകണം എന്ന് വെച്ചാൽ നിങ്ങൾ വിഡ്ഢിയുടെ സ്വർഗത്തിലാണ്. നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം ഒരിക്കലും നമുക്ക് തിരിച്ചുവിടില്ല. കാരണം നമ്മൾ സൃഷ്ടിച്ചു തന്നെ എന്താണ്? മൂല്യമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും അവിടെ എന്തെങ്കിലും നമുക്ക് മൂല്യം തിരിച്ചു തരൂല. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യൂർ. അപ്പൊ പ്രവാസികൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ മക്കളാണ് നമ്മുടെ എല്ലാം എന്നൊരു തെറ്റായ ധാരണ പല പ്രവാസികളെ കൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ഞാൻ പറയാണ്, മക്കളാണെല്ലാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം സ്വപ്നമായിരുന്നു. കാരണം വൈഫിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളർന്നോടുകൂടി എന്തായി? കൂടെ നടക്കാൻ പോലും കഴിയാൻ മാനസിക പക്വത ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വരുന്ന കുട്ടിയുണ്ടല്ലോ അതിനെ വലിയ സാധനമാക്കണമെന്ന് സ്വപ്നം കാണുന്ന ആള്. അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഈ പാർട്ണറെ കൊണ്ട് നടന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ണർക്ക് നിങ്ങളോട് മൂല്യം കാണൂല. ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങൾക്ക് മൂല്യമുള്ള ഒരു കുട്ടി ജനിക്കണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മൂല്യമുള്ള ആളായി മാറണം. കല്യാണം കഴിക്കുമ്പോൾ ഭാര്യ മൂല്യമുള്ള ആളായി വരിക. ആ മൂല്യമുള്ള രണ്ടിൽ നിന്നും രൂപീകരിക്കുന്ന സാധനം എന്തായിരിക്കും? മൂല്യമുള്ളത് തന്നെ ആയിരിക്കും. ഇതില്ലാതെ നമ്മളുടെ ഒരു വൃഥാ എന്താ അതര വ്യായാമമാണ് മൂല്യമുള്ള പിള്ളേർ വേണം, മൂല്യമുള്ള പിള്ളേർ വേണമെന്ന് പറഞ്ഞിട്ട് മൂല്യമുള്ള സ്ഥാനം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പം ഇനി നമ്മൾ പണ്ടൊക്കെ എന്തെങ്കിലും തോന്നുന്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഇനിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ പാത്രം നിറയ്ക്കാൻ കഴിയും. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നതിന് ശേഷമെങ്കിലും, ഇപ്പം ഞാനിത് എന്നോടാണ് സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോടല്ല, എന്നോട് സംസാരിക്കുകയാണ്. നമ്മൾ മൂല്യമുള്ള വ്യക്തികളായി മാറുന്നതോടുകൂടി നമ്മുടെ ഗ്ലാസ് എന്ത് ചെയ്യും? നമ്മുടെ ആ വാട്ടർ ബോട്ടിൽ മൂല്യമുള്ളത് പറയും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും? മൂല്യമുള്ളതായിരിക്കും. അപ്പൊ ആദ്യം നാം സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇനി ഈ കുട്ടി നമ്മളിൽ വേണമെന്ന് ആഗ്രഹിക്കുകയും കുട്ടിയാണ് എല്ലാം എന്നുള്ളൊരു മിഥ്യാധാരണ ആദ്യം രക്ഷിതാക്കൾ ഒഴിവാക്കുക. ഇവിടെ ഇരിക്കുന്ന ഈ മക്കളുണ്ടല്ലോ, മുസമ്മിലിനും
പിതാവിനും ഒരേ വയസ്സാണ് നിങ്ങൾ വിശ്വസിക്കുമോ? പാപ്പാക്കും ഒരേ വയസ്സാണ്. ആലമുൽ അർവാഹിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എല്ലാ ആത്മാക്കൾക്കും അന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 1 വയസ്സാണ്. അപ്പോൾ വാപ്പായും മോനും തമ്മിൽ വയസ്സ് വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതിനുശേഷം അത് ഭൂമിയിൽ വരേണ്ടത് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ചില പ്ലാനിങ് നടത്തിയപ്പോൾ എന്ത് ചെയ്തു? ഈ മനോഹറിന്റെ വൈഫായി പോയി തള്ളച്ചി. അപ്പൊ അള്ളാഹു ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആത്മാക്കളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ഇറക്കി വിടാൻ ഒരു പാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ തള്ളയെ തീരുമാനിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഈ മക്കളെ എന്ന് പറയും മരിക്കാൻ നടക്കുമ്പോൾ നമ്മൾ ആ പൊട്ടത്തരം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇനി ഇവൻ ഭൂമി വരണമെന്ന് തീരുമാനിച്ച ഡേറ്റ് അള്ള തീരുമാനിച്ചില്ലേ? അങ്ങനാണെങ്കിൽ മുസമ്മിലെ എന്താകണമെന്നും ആര് തീരുമാനിച്ചിട്ടുണ്ടാവും? അത് തീരുമാനിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ ആര് മാത്രമാണ്? ഈ ഉമ്മ എന്ന് പറയുന്ന സാധനം കുറച്ചു നേരം യാത്ര ചെയ്ത് ഇറക്കി വിടുന്ന ഒരു വണ്ടി പോലെ ഒരു സാധനമാണത്. ഞങ്ങൾ മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞാൽ യാത്ര ഏതെങ്കിലും ബസ്സുകാരെ പിന്നെ ഈ പറഞ്ഞ് യാത്രക്കാരൻ ഇട മോനെ ചക്കര നീ പോരുതെന്ന് പറയുമോ? ഇല്ല. പോട്ടെ, അത് പോട്ടെ, അത് അടുത്ത ആൾ വരട്ടെ, ശരിയല്ലേ? അവരുടെ ജോലി അതാണ്, അതിങ്ങനെ നടക്കാം. അപ്പൊ ഇതെന്തായി? നമ്മൾ ഇതിനെ ഫിലോസഫിക്കലി ചർച്ച ചെയ്യുമ്പോഴത്തേന് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? മുസമ്മിലിനെ എവിടെ എത്തണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ടെൻഷൻ പോയില്ലേ? ഇവനെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂല്യം വിട്ടിട്ട് കളിക്കാൻ തുടങ്ങുന്നത്. ഇവനെ എന്താക്കണം എന്ന് ആദ്യം പഠിച്ചിട്ട് നമ്മൾ തോട്ടക്കാരനും നോട്ടക്കാരനുമാണ് ഞാൻ എന്ന ബോധം എന്ത് ചെയ്യുക? ഓരോ പ്രവാസി എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യണം? മനസ്സിലാക്കി ഞാനൊരു നോട്ടക്കാരനും തോട്ടക്കാരനുമാണ്. എന്നിട്ട് എനിക്ക് ഒരു അറബിയുടെ അടുത്ത് എന്നെ ഒരു മസറയിൽ ജോലിക്ക് ഏൽപ്പിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഇത് തെങ്ങ് തോപ്പാണ്, അത് ഈത്തപ്പഴത്തോപ്പാണ്, നീ രണ്ടിനും എന്ത് ചെയ്യണം? വെള്ളം ഒഴിക്കണം, സമയാസമയങ്ങൾ വളമിടണം, കളകളൊക്കെ കൊണ്ടേ പറിച്ചു മാറ്റണം. ഇതാണ് എൻ്റെ ജോലി. ഒരു ദിവസം അദ്ദേഹം പറയാണ്, കുറച്ചോനെ ഞാൻ കുറച്ച് കാലമായിട്ട് ഇതിന് വെള്ളം ഒഴിക്കുന്നുണ്ട്, ഇതിനൊക്കെ പൂ പിടിക്കാറായി, ഇതൊക്കെ കായ്ക്കാറായി. ഇനി ഒരു കാര്യം, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന നല്ല സാലിഹായ മനുഷ്യനാണ്, എനിക്ക് ഈത്തപ്പഴ മരത്തിൽ തേങ്ങയും എൻ്റെ തെങ്ങിൽ നീ ഈത്തപ്പഴവും തരണം, ഞാൻ നല്ല മനുഷ്യനല്ലേ എന്ന് ദ്വാരം എങ്ങനെ ഉണ്ടാവും? നടക്കുമോ? നടക്കില്ലല്ലോ. ഇനി ഇത് കേട്ട ഈ ഓണറായിട്ടുള്ള അറബി വന്നാൽ അവനെന്ത് ചെയ്യും? അന്ന് അവനെ പിരിച്ചുവിടും. പിരിച്ചുവിടുമില്ലയോ? എടാ പോട്ട, നിന്നെയാണ് ഇത്രയും കാലം ഞാനിവിടെ എൻ്റെ തോട്ടത്തിൽ പഠിക്കുന്നത്, പിരിച്ചുവിടൂലേ? അള്ളാഹു ഈത്തപ്പഴം നിട്ടിച്ച് എന്തിനാ? ഈത്തപ്പഴം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? അത് നിന്നിട്ട് പറഞ്ഞ പണി എന്തുവാ? വെള്ളം ഒഴിക്കുക, വളമിടുക, കള പറിച്ചു മാറ്റുക. അതിനകത്ത് എത്ര ഈത്തപ്പഴം ഉണ്ടാവണമെന്നോ, അത് ഈത്തപ്പഴമാണോ തേങ്ങ ഉണ്ടോ നീ തീരുമാനിക്കണ്ട എന്ന് നമ്മൾ ചോദിക്കൂലേ? മക്കളെ കുറിച്ച് ഈ ചിന്തയാണ് പ്രവാസിയെങ്കിൽ നീ വിജയിച്ച പ്രവാസിയാ. ഇല്ലെങ്കിലുണ്ടല്ലോ ഓരോ ദിവസവും ഇങ്ങനെ നരകിക്കും. അടച്ചോനെ അവൻ കണക്കിന് 4 മാർക്കാ, അയ്യോ അവന് ഇംഗ്ലീഷിന് 3.5 മാർക്കാ കിട്ടി, എന്തോ ചെയ്യും, ഞങ്ങൾ ഇവിടെ നാട്ടുകാരൊക്കെ ധരിക്കുന്ന ഇവൻ വലിയ സാധനമാണെന്നാണ്. ഇതാണ് തവക്കൽ എന്ന് പറയാം. അള്ളാഹു സൃഷ്ടിച്ച ഓരോ ഈ മൈക്കിൽ സൃഷ്ടിച്ച ഇറങ്ങുകളാണ്. ഈ മൈക്കിന് അള്ളാഹു ഒരു ലക്ഷ്യമുണ്ട്. ഈ മൈക്കിനെ കൊണ്ട് ഈ മൊബൈൽ സൃഷ്ടിച്ച ഇറങ്ങുകളാണോ? അല്ല. ഈ മൊബൈല് ആരോ ഒരാളെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇതിനെ ഉപയോഗിക്കാം. നമ്മൾ എവിടെയാണോ ഉള്ളത് ആ പണി നമ്മൾ എടുക്കുക. നിങ്ങളൊരു നോട്ടക്കാരനും തോട്ടക്കാരനും മാത്രമാണ് എന്ന ഒരു ചിന്ത പ്രവാസി എന്നുള്ള എല്ലാ രക്ഷിതാവിനും മനസ്സിൽ വന്നാൽ, പക്ഷെ കറക്റ്റായിട്ട് അവനെ പഠിപ്പിക്കണം, അവനെ ഇൽമു കൊടുക്കണം, അവനെ അക്ഷരങ്ങൾ പഠിപ്പിക്കണം. അവൻ നിങ്ങൾ ഡോക്ടർ ആക്കാനും എഞ്ചിനീയർ ആക്കാനും കളക്ടർ ആക്കാനും നടക്കരുത്. കാരണം അത് ആര് തീരുമാനിച്ചാണ്? അള്ളാഹു തീരുമാനിച്ചാൽ. ഈ ചിന്ത ആദ്യം വന്നാൽ നിങ്ങൾക്ക് മൂല്യമുള്ള വിദ്യാർത്ഥി വേണമെന്നുള്ള ചിന്ത എന്ത് ചെയ്യും? നമുക്ക് വളരെ സേഫായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. നമ്മൾ ഈ മൂല്യമുള്ള എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഞാൻ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന, എന്നെ കണ്ട സലാം പറയുന്ന, എൻ്റെ കാലൊക്കെ തിരുമ്മി തരുന്ന ഒരാളാണ് മൂല്യമുള്ളതായിട്ട് നിങ്ങൾ കരുതുന്നെങ്കിൽ അതൊരു പൊട്ടത്തരമാണ്. അതല്ല മൂല്യം. മറിച്ച് സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയാനും അതിനുവേണ്ടി പോരാടാനും കഴിയുന്ന, അല്ലേ, ആത്മാർത്ഥതയുള്ള ഒരു സാമൂഹിക സേവനമുള്ള പ്രതിബദ്ധതയുള്ള രക്ഷിതാക്കളെ അറിയുന്ന ഒരു ദീനിയായ ഒരു മകനാണ് മൂല്യമുള്ളത് നിങ്ങൾ കരുതിയെങ്കിൽ നമ്മൾ അതിനെ വളർത്താൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് വിടുകയല്ല, മറിച്ച് അവന് ഗൈഡൻസ് കൊടുക്കണം. നിങ്ങൾ നോട്ടക്കാരനാണല്ലോ, അപ്പം എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ടുള്ള മൂല്യങ്ങളെ പഠിപ്പിക്കാനും കുഴപ്പങ്ങളെ പരിഹരിക്കാനും ആ രോഗങ്ങളുടെ മാറ്റാനും മരുന്നടിക്കാനും അല്ലെങ്കിൽ ശ്രമിക്കുന്നത് പോലെ, ഒരു തോട്ടക്കാരൻ ശ്രമിക്കുന്നത് പോലെ രക്ഷിതാവ് എന്ത് ചെയ്യണം? പരിഹാരങ്ങൾ. അതിന് ഉത്തരവാദിത്തമാണ്, അത് വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. അപ്പം ഇത് ആണ് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് എൻ്റെ സാധനമല്ല, ഇതാരുടേതാണ്? ഈ മകൻ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. അവൻ്റെ റൂഹ് അള്ളാഹു സൃഷ്ടിച്ചു, അവനെന്ത് ചെയ്തു? ഞങ്ങളിലൂടെ പുറത്തു വന്നു, അവനെന്ത് ചെയ്തു? അതിനൊരു നോട്ടക്കാരൻ തോട്ടക്കാരുമാണ്. അതിനെല്ലാം ചെയ്തു കൊടുക്കാതെ മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. കഴിഞ്ഞാൽ നമുക്ക് ശാന്തത ഉണ്ടാവും, സമ്മർദ്ദങ്ങളിൽ നമ്മൾ മാറി നിൽക്കും, വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മൂല്യമുള്ള രക്ഷിതാക്കളാ. കല്യാണം കഴിക്കാത്ത ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല, കല്യാണം കഴിച്ചവരാണ്. കഴിക്കാതെ അജിറേ എന്തേ പോയവൻ?
മൂല്യമുള്ളവനാകുക, മൂല്യമുള്ളതിനെ സ്വീകരിക്കുക, മൂല്യമുള്ളതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? മൂല്യമുള്ള മക്കളുണ്ടാവും. അതിനുവേണ്ടി പ്രായോഗികമായ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നല്ല മൂല്യമുള്ള മക്കളെ സൃഷ്ടിക്കുവാനും അവരെ വളർത്താൻ കഴിയും. അള്ളാഹു നമുക്ക് നമ്മുടെയൊക്കെ മക്കളെ മൂല്യമുള്ള മക്കളാക്കി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. തന്റെ ഉമ്മയും ഭാര്യയും തന്റെ ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം പല പ്രവാസികളും ഇവിടെ സമ്മർദ്ദത്തിലാണ്. അപ്പൊ അതിനെ എങ്ങനെ ക്രിയാത്മകമായി നേരിടാമെന്നുള്ളതാണ് പലർക്കും ഡിപ്രഷൻ ഉണ്ടാകുന്നത്. എന്തായാലും ആ ചോദ്യം ചോദിച്ചതിന്റെ ധൈര്യത്തെ ഞാൻ എന്ത് ചെയ്തു അപ്രീഷിയേറ്റ് ചെയ്യാണ്. മാഷാ അല്ലാഹ് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് 10-18 അല്ലെങ്കിൽ 19-20 വയസ്സുള്ള എൻ്റെ ഭാര്യ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, അതേക്കും എന്ത് ചെയ്യാം, ഇത്രയും കാലം ഞാൻ ദ്വാരന്ന് കിട്ടാൻ പോകുന്ന ഒരു സാധനമാണിത് എന്നാണ് ആര് കരുതുക? ഭാര്യയുടെ മനസ്സുണ്ടാകും. അപ്പൊ ഇതിന് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല, ഇതിനെ ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ളതാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ പുരുഷൻ ഭാഗ്യവാനല്ലേ? ഉമ്മ മോനെ ഫോൺ വിളിച്ച് കല്യാണം കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്തു വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? മറ്റത് ഉമ്മ വിളിച്ചാൽ എന്ത് ചാടി വീഴുന്ന മോനായിരുന്നു. എന്തേലും സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ വൈഫോൺ എന്തൊരു കാര്യം അല്ലെങ്കിൽ എന്തായിക്കോട്ടെ. അന്നേരം സാഹചര്യം ഫോൺ എടുക്കാൻ പറ്റിയ ഉമ്മ ധരിക്കുന്നത് എന്തായിരിക്കും? അവനെ പെണ്ണ് കിട്ടിയപ്പോ എന്നെ ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് ഭയങ്കര വേദനയുള്ള ഒരു ചിന്തയായിരിക്കും. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ആ പൊസിഷന് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇത്രയും കാലം ഞാൻ അപ്പൊ ഉമ്മ ചോദിക്കും 26 വർഷം ബാക്ക് ഫുട്ട് അടിക്കുമല്ലയോ? മിന്നി മറയുന്ന കുറെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും അവരുടെ മുമ്പില്. ഇതെല്ലാം കൂടി ഇവരെന്ത് ചെയ്യും? അപ്പം ഞാൻ വിളിച്ചിട്ട് മകൻ എടുക്കാത്തതും ഈ മരുമകളുടെ ആ വിടർന്ന ചിരിയൊക്കെ കാണുമ്പോൾ ആർക്ക് ദേഷ്യം കൂടും? ഉണ്ടാവൂലേ? ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആർക്ക് പറ്റണം? ഈ മനോഫറിന് പറ്റണം. ഇന്ന് അടുക്കിരിക്കുന്ന ആള് കൊടുക്കുന്നത് ആരാ? അതാണ് ചോദ്യത്തിന് അർത്ഥം. ഇതൊരു പെണ്ണ് ചോദിക്കൂല. സാറേ, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മയും വാപ്പയോ ഒന്നും ഇയാൾ നോക്കുന്നില്ല എന്ന് പറയുമോ? നോക്കൂല. കാരണം അവർ മനസ്സുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ എന്താ ഞാൻ എങ്ങാണ്ട് പോയി ജീവിക്കേണ്ട ആളാണ് എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഉമ്മ അങ്ങനെയല്ല, എന്നെ നോക്കാൻ എൻ്റെ മോൻ എന്നൊരു സ്വാർത്ഥത, പൊസസീവ്നെസ് അവിടെ വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ തിരിച്ചറിയാനാണ് ആദ്യം എന്ത് ചെയ്യണം? ഇനി നമ്മൾ പറയും വിദ്യാഭ്യാസം ഇല്ലാത്ത ഉമ്മ, അങ്ങനൊന്നുമല്ല. എല്ലാ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് ഇഷ്ടംപോലെ കേസിൽ വന്നു. അപ്പൊ ഇവിടെ ആദ്യം ഉമ്മ എന്ന് വെച്ചാൽ നമുക്ക് ബഹുമാനിക്കേണ്ടതാണെന്ന് വെച്ചാൽ നമുക്ക് വേണം. രണ്ടാമത് ഭാര്യ എന്ന് പറഞ്ഞാലോ നമ്മളുടെ കുട്ടികളുടെ ഉമ്മ, രണ്ടും ഉമ്മയല്ലേ. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യാനുള്ള ഭയങ്കര ഒരു സർക്കസ് ആര് പഠിക്കണം? പ്രവാസി എന്നുള്ളതല്ല, നാട്ടിൽ തന്നെ എന്തെല്ലാം പറയും, പ്രവാസികൾ ഒരു കണക്കിന് സുഖമാ ഇല്ലല്ലോ എന്ന് കരുതി പലതും കേൾക്കണ്ട. പക്ഷെ എന്നാലും ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ വന്നു കയറിയ പെണ്ണിനോട് നമ്മൾ എന്ത് ചെയ്യണം? നിന്റെ ഉമ്മയും വാപ്പയും നീ ജനിച്ചിടം മുതൽ പഠിച്ചവനെ നല്ലൊരു ഭർത്താവിൻ്റെ മോക്ക് നല്ലൊരു ഇണയെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? മനോഫറിൻ്റെ ഉമ്മയെ 25 വയസ്സ് വരെ അല്ലേ വളർത്തിയത്? മനോഫർ വളർത്തിയാരോ? മനോഫറിൻ്റെ ഉമ്മയല്ലേ? ഇയാൾ എപ്പോഴെങ്കിലും പഠിച്ചവനെ എനിക്കൊരു ഭർത്താവ് ആകാൻ പോകുന്ന ആൾ ഭൂമിയിലുണ്ടല്ലോ, അവരുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഗുണം ചെയ്യണേ, അയാളെ നന്നായി നോക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഞാൻ ചോദിച്ചു, നിങ്ങൾ കേട്ടില്ലേ? എന്താ പൊട്ടത്തരായിട്ടിരിക്കുന്നത്? ആ മുമ്പേടോ ഇയാൾ ജനിച്ചാൽ എന്തായാലും കേട്ടണമല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല. അതെന്താ? എനിക്ക് കിട്ടുന്നത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്നെ വളർത്തിയത് ആരാണ്? എൻ്റെ ഉമ്മയല്ലേ? കുറച്ച് അവർക്ക് നീ ഗുണം ചെയ്യണം, നല്ല ആരോഗ്യത്തിൽ കൊടുക്കണം, നല്ല സന്തോഷം കൊടുക്കണം എന്ന് ദ്വാരക്കണ്ടേ? ഞാനൊരു കുഞ്ഞാണ്. ആർക്ക്? ഞാൻ ഈ 51 വയസ്സുകാരനാണെങ്കിലും എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ ആരാണ്? കുഞ്ഞാണ്. ഇത് ആര് മനസ്സിലാക്കണം? എൻ്റെ ഭാര്യ മനസ്സിലാക്കണം. ഇപ്പോഴും ഒരു കുഞ്ഞിനെ പോലെയാണ് ആര് നോക്കുന്നത്? എൻ്റെ ഉമ്മ ഈ 51കാരനെ നോക്കുന്നതെന്ന് ആര് കരുതണം? ഭാര്യ എന്ന് തിരിച്ചറിഞ്ഞാൽ പ്രശ്നത്തിൻ്റെ പകുതി പരിഹരിച്ചു. ലൈഫോണ്ട് പറയണേ, ഉമ്മ ഇങ്ങനെ ഇതൊക്കെ പറയും, നിനക്ക് വേണ്ടി എന്നെ വളർത്തിക്കൊണ്ട് വന്നില്ലേ, ശരിയല്ലേ? ഇത് താഴെ വീണ പൊട്ടിപ്പോകുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ ആ സാധനം കേടുപാടില്ലാതെ വളർത്തുന്ന എൻ്റെ ഉമ്മയെ വാപ്പയേക്കാൾ എനിക്കിപ്പോൾ സംരക്ഷകനായ എൻ്റെ ഹസ്ബൻഡിനെ വളർത്തിയത് അവരാണ് എന്ന ചിന്തയിൽ അവരെ കാണാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നത്തിന്റെ പരിഹരിച്ചു കഴിഞ്ഞു. ഇനി ഉമ്മമാരെ ചിന്തിക്കുക, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മക്കളുണ്ടല്ലോ, മരുമക്കൾ വരുന്നതല്ലേ, അല്ലേ? അപ്പൊ എന്ത് വേണം? ഇനി നിങ്ങൾ ദ്വാരക്കണേ. ഇങ്ങനെ നിങ്ങൾ ദ്വാരക്കാൻ പഠിച്ചാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പഠിച്ചാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കും. കാരണം നമുക്ക് എന്ത് ചിന്ത വരും? ഞാൻ ഈ പറഞ്ഞ
എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ എന്ത് ചെയ്ത് ആ ഉമ്മയും അപ്പയും വളർത്തിയെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഒരു സ്വല്പം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരുടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? നിങ്ങൾ ക്ഷമിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അത് പ്രത്യേകിച്ച് മരുമക്കൾ എന്ത് ആലോചിച്ച് നോക്കുക. ശരിയാണ് ഈ പറഞ്ഞതെന്ന്. ഇതൊന്നും ചിന്തിക്കാൻ പിശാച് നമ്മളെ അനുവദിക്കൂല. പിന്നെ എന്താ പറയാനാ? കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഉമ്മ അടുത്ത് പോയിരുന്നോ അല്ലേ? പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. എടുത്തോ കൗൺസിലിംഗ് നോക്കുന്ന കേസ് ഞാൻ ഇത് ചോദിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരും പഞ്ച ഉച്ച അടക്കി കേട്ട് ഇട്ട വരച്ച് പോകും. കാര്യം എന്താണ്? ഞാൻ പറഞ്ഞാണോ? പെണ്ണ് കേട്ടില്ലല്ലോ, സൂക്ഷിച്ചു. അതൊരു ഹിക്കുമത്ത് ഞാൻ സൂചിപ്പിച്ചു തരാം. ഈ ഉമ്മയെ നമുക്ക് നേരിട്ട് ഉപദേശിക്കാൻ പറ്റൂല. അപ്പൊ എന്ത് വേണം? ഏതെങ്കിലും ഒരു സോഴ്സ് കണ്ടെത്തണം. ഈ നിങ്ങൾക്കൊരു ചെറിയൊരു പാവൽ ചെടി വെച്ച് കഴിഞ്ഞാൽ ആ പാവൽ ചെടി എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റും. കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ പള്ളിയൊക്കെ പടർന്നു കഴിഞ്ഞാൽ മുറിച്ചു മാറ്റാനേ പറ്റുള്ളൂ. പലപ്പോഴും കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അതാണ്. ഈ തള്ളയെ മുറിച്ചു മാറ്റാനേ പറ്റുള്ളൂ. എൻ്റെ ഭാര്യ നന്നാകുക എന്നുള്ളതാണ് ഏറ്റവും പോസിബിളായ കാര്യം. അപ്പം അതിന് നല്ല മൂല്യമുള്ളൊരു ഭർത്താവായിട്ട് നമ്മൾ മാറുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഭർത്താവിനെ ഭയങ്കര ഇഷ്ടപ്പെടണം, എന്നോട് ഇഷ്ടമുണ്ടാകണം, എന്നെ വിട്ടുപോകാത്തൊരു ബന്ധവും ഉണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ടിപ്പുണ്ട്. ഭർത്താവിൻ്റെ ഉമ്മയെ സന്തോഷിപ്പിക്കും. ഉമ്മയെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ ഉമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അവൾ വേണം, എന്തെങ്കിലും പറ്റുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ ഭാര്യ മാറിയാൽ യു ആർ എ ലക്കി പേഴ്സൺ. മനസ്സിലായില്ലേ? യു ആർ എ ലക്കി പേഴ്സൺ. അതർവൈസ് നിങ്ങളൊരു പരാജിതരായ ഭർത്താവാണ്. അപ്പം ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ തന്നെ ഭാര്യയുടെ ഉമ്മയും പാപ്പയൊക്കെ ഇഷ്ടപ്പെടണം എന്ന് നമ്മൾ കരുതും. ഓട്ടത്തരമാണ് അത്. ഓട്ടത്തരം അതല്ല. മറിച്ച് നിങ്ങളിലൂടെ ജനിച്ച ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നിങ്ങൾ താലോലിക്കുകയും ഇഷ്ടപ്പെടുകയും അവന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആരോട്? നിങ്ങളുടെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് താലോലം പാടുന്നില്ലേ ഹസ്ബൻഡ്? ഭയങ്കര സന്തോഷമല്ലേ? ഈ കാര്യങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങൾ, അത് ഭർത്താവും ഭാര്യയും കൂടെ ഇങ്ങനെ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? മക്കളുടെ കാര്യങ്ങളിൽ ഭർത്താവ് വളരെ സൂക്ഷ്മതയുള്ള ആളാണെങ്കിൽ, ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ആ ഭർത്താവിന് വിട്ടുപോകാൻ ആ ഭാര്യ ഇഷ്ടപ്പെടില്ല. ഇനി ഭർത്താവിന്റെ ഉമ്മയെ എന്ത് ചെയ്യുന്നു? തൻ്റെ ഭാര്യ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഭാര്യ വിട്ടുപോകാൻ ഈ ഭർത്താവും. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇങ്ങോട്ട് നോക്ക്, ഇത്ര കിട്ടിയില്ലേ? ഇത് പരസ്പരം ഇംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഉമ്മയെ നന്നാക്കാൻ പോലെ അല്ല അവിടെ. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം ഇഷ്ടപ്പെടുകയും കൽബ് കൊണ്ട് അടുക്കുകയും ആ ഇഷ്കം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു ഭാര്യ ഭർത്താവ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം എന്ത് ചെയ്യും? പരിഹരിക്കപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.